നമ്മൾ ഒരുപാട് മിസ് ചെയ്ത് നിങ്ങളെ വീഡിയോ ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്ക് ന്യൂസ്. ഞാൻ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് മേനുവിനെ കുറിച്ച്. മേനും കുടുംബവും ഹിന്ദു മതത്തിലേക്ക്. നീ ആരോടും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ മെഹനാസും റിഫയും പിരിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അവരെന്തോ എന്തൊക്കെയോ ഇത് കാരണം ഗ്യാപ്പ് എടുത്താണ്, എന്തോ ഫെസ്റ്റൊക്കെ തന്നെ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് ആ ഒരു കാരണങ്ങൾ കൊണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ മെഹനാസും സഫായും പിരിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു, പിരിഞ്ഞിട്ടില്ല. പിന്നെ ഫാമിലി ആകുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അത് മെഹനാസ് തന്നെയാണ് സ്റ്റോറി ഇട്ടത്. അപ്പോൾ അത് എല്ലാവരും എടുത്ത് അത് റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മെഹനാസ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും അതേ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് പോകത്തുള്ളൂ. അല്ലാതെ മോൻ പിരിഞ്ഞിരിക്കുന്നു ആ ഒരു ഇതിലേക്കൊന്നും ആരും ഇതാവില്ല. പിന്നെ സ്റ്റോറി ഇടുന്ന സമയത്ത് അങ്ങനെ ഇടണം. നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ എന്താണ് ചെറിയ ചെറിയ നമ്മുടെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വന്നിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ ഇതായിട്ട് ഇടുന്ന സമയത്ത് കുറച്ച് റീച്ചായിട്ട് നിൽക്കുന്ന ആളുകളുടെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, പലരും അതെടുത്തിട്ട് പല രീതിയിൽ അതെടുത്ത് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും ആ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ അത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത് ഫാമിലി വ്ളോഗേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന മിസ്റ്റേക്കാണ് ഇപ്പോൾ സഫായിക്കും മെഹനുവിനും വന്നത്. ഇപ്പോൾ ഇവർ പിരിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ഫസ്റ്റ് എന്താണ് ഹിന്ദു, അതുപോലെ തന്നെ ഇവർ പല രീതിയിലും അവർ ഹിന്ദു മതത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ആരും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദു മതത്തിലേക്ക് പോയിട്ടൊന്നുമില്ല. ഞാനും അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇതാകുമ്പോഴേക്കും അവർ പല രീതിയിലാണ് അത് തമ്പനയിൽ വെച്ചിട്ട് പല രീതിയിലും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ട് നോക്കൂ. റിയാക്ട് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായില്ല. പക്ഷെ കമന്റ് ഇപ്പോഴും പഴയ തന്നെ ചോദിച്ചുകൊണ്ട്, നമ്മുടെ തന്നെ സത്യാവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ അത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മ തന്നെ അത് കറക്റ്റ് ചെയ്യണ്ടേ, കാരണം ഈ ഫീൽഡിൽ തന്നെ നിൽക്കണ ആൾക്കാരല്ലേ നമ്മളിത് കറക്റ്റ് ചെയ്യാന്ന് ഇപ്പം ഒരുങ്ങി തിരിഞ്ഞെന്താന്ന് വെച്ചാല്, കാരണം ഇനി നമ്മൾ യൂട്യൂബിൽ ഡെയിലി അവൈലബിൾ ആയിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഡെയിലി വീഡിയോ ചെയ്യണം, നമ്മൾ ഒരുപാട് മിസ് ചെയ്ത് നിങ്ങളെ വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് നേരിട്ട് കാണുമ്പോഴും അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ചോദിച്ചും പിന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ അല്ല പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മളിപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് മെയിൻ തിങ്സ് കുറച്ച് ആൾക്കാരില് കുറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വരുത്തി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞെങ്കിൽ പേഴ്സണലായിട്ട് ആരും പരിചയം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവർ എന്തിനാണ് ഇങ്ങനെ ഇതാകുന്നുള്ളത് പിന്നെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടാത്തപ്പാണ്. ഒരുപാട് ചെയിൻ ഉണ്ടല്ലോ, ചെയിൻ എനിക്ക് മനസ്സിലായൊരു കാര്യം, ചെയിന് പോലെ കണക്റ്റായിട്ട്, അതായത് ഒരു ഇപ്പം എൻ്റെ പഴയ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേ ടീമുണ്ട്. അതായത് എന്നെ മാത്രം കുടുക്കിയിട്ട് അവർ രക്ഷപ്പെടാൻ ഇന്ന് നല്ല രീതിയിൽ വീഡിയോ നല്ല രീതിയിൽ ഭയങ്കര സംഭവമായിട്ട് നല്ല രീതിയിൽ നടക്കുന്ന മനുഷ്യന്മാരുടെ മുഖംമൂടി ഒരു ദിവസം അഴിഞ്ഞു പോകും. അവരെല്ലാം ഇതിൽ പ്രതികളെന്ന് മനസ്സിലാവുകയും ചെയ്യും. അവർ കൂട്ടുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ വരുന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. കാരണം ഇതിലൊക്കെ അവർ ഇൻക്ലൂഡ് ഉണ്ടായതുകൊണ്ടാണ് അവർ ഇത്രയും സപ്പോർട്ട് ഇതിൽ ചെയ്യുന്നതും അതേപോലെ എല്ലാം ഒരു ഇതിൽ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരങ്ങനെ പറയുന്നത് ആരൊക്കെയോ എന്താണ് എനിക്ക് തോന്നുന്നത് റിഫയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവരെ ഇതാക്കാൻ വേണ്ടി പറയുകയാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് കുറച്ചൊക്കെ ഇതിൻ്റെ വർത്തമാനത്തിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സഫ ആരോടൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ സഫ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രമാണെന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർ തന്നെയാണ്, മെഹനാസ് തന്നെയാണ് വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്, അല്ലാതെ വേറെ ആരും അല്ല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അതിന് വേറെ പല ന്യായീകരണങ്ങളായിട്ട് മെഹനാസ് വന്നതും അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്തതും അങ്ങനെയൊക്കെയാണ്. അപ്പോഴേക്ക് ഭയങ്കരമായിട്ട് എല്ലായിടത്തും സ്പ്രെഡായിപ്പോയി. അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ഇവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ സ്നേഹത്തോടു കൂടി തന്നെയാണ് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ട് നോക്കൂ. കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യും എന്ന പോലെ ഒരാൾ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ആരായാലും സപ്പോർട്ട് ചെയ്യും. ഏകദേശം നല്ല ബ്ലോഗേഴ്സ് എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് വിളിക്കുന്നുള്ളൊരു സംഭവം അതിനോട് വലിയ എനിക്ക് യോജിപ്പൊന്നുമില്ല. അത് അവിടെ അത്ര ഉള്ളത്, അത് വേറെ ഒന്നും പറയാനില്ല.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് മേനുവിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് നല്ല അതിൽ കൊടുത്തത്. മേനുവിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ കരയണത് കൊടുത്തിട്ട് ഞാൻ മേനുവിനെ പറ്റി പറയണത് ഇങ്ങനെയൊക്കെയാണെന്ന്. അതിന് മുന്നത്തെ സംസാരം ആരും ശ്രദ്ധിക്കുള്ള. അത് ഞങ്ങളുടെ ചാനലിൽ ഇട്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോ എടുത്തിട്ടാണ് അവരിങ്ങനെ അതെന്താ വീഡിയോ എന്ന് ഞാനിവിടെ ക്ലിപ്പ് കൊടുക്കാം. എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ. അവർക്ക് ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് മേനും എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. എനിക്കപ്പോൾ നല്ല വിഷമമുള്ളതുണ്ട്. കാരണം ഇങ്ങനെ കമൻസ് വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്, പഠിച്ചവൻ എന്താക്കിയിട്ട് മേനത്തിൽ അനുഭവിക്കുന്നത് ഉള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മുടെ പാർട്ട്ണർ നമ്മൾ നമ്മുടെ കണ്ണിൽ കാണൂല്ലേ, അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അതെന്തോരം വിഷമിക്കണുണ്ടെന്ന്. എനിക്ക് മേലൊന്നും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ന് പറയാനില്ലേ, അതിപ്പോ ആ ഷോപ്പിലില്ലെങ്കിൽ എത്ര രാത്രി ആയാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറെ ആള് പറഞ്ഞു ഇങ്ങനെ കണ്ണ് തുടക്കണത് ഇങ്ങനെ കിട്ടിട്ട് ഫസ്റ്റ് ക്ലിപ്പ് അത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തോ സങ്കടം പറഞ്ഞിട്ട് എന്തോ വന്ന് വീഡിയോ ഈ ഒരു ക്ലിപ്പ് എല്ലാരും ഇങ്ങനെ മ്യൂട്ട് ആക്കിയിട്ട് ചിലത് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ലോ മോഷനിലാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അതെ, അത് വെച്ചിട്ട് എന്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നം കാരണം അവള് എന്നെ കുറിച്ച് സംസാരിക്കുന്ന. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു ക്ലിപ്പ് അവർ എന്താണ് ആ ഒരു കരയുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ആളുകൾ റിയാക്ട് ചെയ്തത്. അപ്പോൾ അതിലാണ് എന്താണ് മെഹനാസിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ സഫാദ് പൊട്ടിക്കരയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, ഇവർ എത്രമാത്രം സത്യമാണ് പറയുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇവരിന് എന്തായാലും നല്ലതായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളങ്ങനെ കളിയാക്കും, നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയും ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്ക് എടുത്ത് റിയാക്ട് ചെയ്യാനും അവർക്ക് എടുത്ത് പറയാനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾ എടുത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ആവുന്നത് നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് നമ്മുടെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും എടുത്തി പറഞ്ഞ് ഞാനും അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അത് നമുക്കും അതേ തോന്നുള്ളൂ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇടുന്ന സമയത്ത്. അപ്പം അത് തന്നെയാണ് ഞങ്ങളും എടുത്ത് റിയാക്ട് ചെയ്തത്. അല്ലാതെ ഞങ്ങളാരും കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.